ലൈംഗിക ദാരിദ്ര്യം വല്ലാതെ കൂടിയ ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണെന്ന് അപമാന ഭാരത്തോടുകൂടി നമുക്ക് പറയേണ്ടി വരും. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് വളരെ ഞെട്ടിക്കുന്നതാണ്. നമ്മുടെ നിയമപാലകർ ഇൻ ദ സെൻസ് നമ്മുടെ നാട്ടിലെ പോലീസുകാർ, ആ പോലീസുകാരിലും ഈ ലൈംഗിക ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിലെ പോലീസ് സ്റ്റേഷനിൽ അവരുടെ സഹപ്രവർത്തകയായ പോലീസ് ഉദ്യോഗസ്ഥ വസ്ത്രം മാറുന്നത് ഒളിക്യാമറ വെച്ച് പിടിച്ച് ആസ്വദിക്കുകയും അതിനുശേഷം അത് അവർക്ക് തന്നെ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വളരെ മാന്യനായ ഒരു പോലീസുകാരൻ്റെ കാര്യം. അവനെ എന്തായാലും അവർ പോലീസുകാരി ആയതുകൊണ്ട് തന്നെ അവർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് അയച്ചു കൊടുക്കുകയും അവർ കൃത്യമായ അന്വേഷണം നടത്തുകയും അതിൽ ഇവനെ പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇത് കാണിക്കുന്നതും ഇത് ചൂണ്ടിക്കാണിക്കുന്നതും എന്തോ ആണ് പൗർണമി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാട്ടിലെ പോലീസുകാരെ പറ്റി ഭയങ്കര മികച്ച അഭിപ്രായങ്ങളാണ് പല കാര്യങ്ങളിലും വരുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവുമ്പോൾ മൊത്തം സേനയ്ക്കാണ് നാണക്കേട്. അത് മാത്രമല്ല നമ്മൾ ഏറ്റവും എന്തൊരു പ്രശ്നം ഉണ്ടായാലും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പോലീസിൽ പരാതി കൊടുക്കാം എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന ഈ ഒളിക്യാമറ വെച്ചുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടല്ല നടക്കുന്നത്. പല സംഭവങ്ങളും നമ്മൾ മറ്റത് പറയും ഹോട്ടലിൽ റൂമുകൾ എടുക്കുമ്പോൾ, അതുപോലെ നമ്മൾ ട്രയൽ റൂമിൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ട്രയൽ റൂമിൽ, അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളെല്ലാം മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ പല വീഡിയോസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ട ഒരു സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ സംഭവം നടക്കുമ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ ഈ പറയുന്ന മാനത്തിന് എന്ത് വിലയാണല്ലേ? അതെ, നമ്മുടെ മാനം കാക്കണം. ഇപ്പൊ നമ്മളെ ഒരാൾ അബ്യൂസ് ചെയ്തു, നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടാണ്? നമ്മളിപ്പോൾ വീട്ടിൽ പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ബസ്സിൽ വെച്ച് നമ്മളെ ഒരാൾ കയറി പിടിക്കുന്നു, ബസ്സിൽ വെച്ചൊരു മൊളസ്റ്റേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ അബ്യൂസ് കാണപ്പെടുന്നു. അത് കാണിച്ചാൽ നമ്മൾ നേരെ കണ്ടക്ടറോട് പരാതി പറഞ്ഞു. കണ്ടക്ടർ ഇനി പ്രശ്നക്കാരനാണെങ്കിൽ നമ്മൾ നേരെ അടുത്തുള്ള 100-ൽ വിളിക്കുക, അല്ലെങ്കിൽ 101 ആംബുലൻസ് ആണെന്ന് തോന്നുന്നല്ലേ, 100-ൽ വിളിക്കാം. 100-ൽ വിളിച്ചാൽ അല്ലെങ്കിൽ ജനപ്രിയമായിട്ടുള്ള നമ്പറുകളുണ്ട്, അതായത് നിർഭയ നമ്പറുകളുണ്ട്. ആ 190 സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ നമ്പറിലേക്ക് വിളിച്ചാൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് എവിടേക്കാണ്? നമ്മൾ വിശ്വസിക്കുന്ന ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. ഇന്ന് എല്ലായിടത്തും ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. പക്ഷേ ഈ ജനമൈത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ പറയുന്ന സുഹൃത്ത് മൈത്രി എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല സമാധാനത്തോടു കൂടി ഏറ്റവും നല്ല ഒരു പേടിയില്ലാതെ നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ ചേർന്ന് പരാതി പറയാനാണ്. നമ്മൾ ഈ പോലീസ് എന്ന് കേൾക്കുമ്പോഴേ കുറെ കാലങ്ങളായിട്ട് പേടി തന്നെ, ഒരു പേടി മാറ്റി ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷന് പോലീസ് വീട്ടിൽ ചെന്നാലും പേടിയുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ. തീർച്ചയായും ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് ആയി ആളുകൾക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ചെന്ന് പറയാനുള്ള ഒരു ഇടമായിട്ട് പോലീസ് സ്റ്റേഷനുകൾ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓരോ പേരുകൾ ഇവർക്ക് മുൻപിൽ ചാർത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നതും ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയുള്ളൊരു നല്ല പോസിറ്റീവ് സൈഡ് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതിപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അറിയുന്നുണ്ടോ അറിയപ്പെടാതിരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിലും മാനത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു സ്ത്രീയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാർ ജോലി ചെയ്യുന്ന എത്രയധികം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ ആ ഒരു അഭിമാനത്തിന് എന്ത് വാല്യൂ ആണുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ പോലീസുകാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് ലൈനോട് നോക്കേണ്ട ആവശ്യമില്ല, നല്ല മനുഷ്യനാവണം അല്ലേ? അതെ അതെ. കാരണം ഒരിക്കൽ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പോലീസ് മന്ത്രി തന്നെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു അറിവ്, പോലീസിൽ 50% ക്രിമിനൽസ് ആണ്. സത്യത്തിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പോലീസിൽ 50% ക്രിമിനൽസ് എന്നുള്ളത് ഓരോ കാലഘട്ടം കഴിയും തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഒരു പരാതി നമ്മൾ പത്രത്തിൽ വായിച്ചാണെന്ന് എൻ്റെ ഓർമ്മ. ട്രിവാൻഡ്രത്ത് ഒരു പോലീസ് സ്റ്റേഷൻ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്ന പെൺകുട്ടിയെ വാദിയെ പ്രതിയാക്കിക്കൊണ്ട് 22 ദിവസം ജയിലിൽ അടയ്ക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വ്യക്തിവൈരാഗ്യം, വ്യക്തി താല്പര്യങ്ങളാണ് ഇവിടെ. അവിടുത്തെ SI ആണ് നമ്മുടെ നടനും ഈ വിവാദത്തിൽപ്പെട്ട, അതായത് കൃഷ്ണകുമാറിന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, സർക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടും പുള്ളിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുള്ളിക്ക് വളരെ മോശമായിട്ട് ഒരു SIയുടെ ഭാഗത്ത് നിന്ന് വളരെ വൃത്തികെട്ട തരത്തിലുള്ള പെരുമാറ്റം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. തങ്ങളുടെ മകളുടെ ആ ഒരു സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മോശമായ രീതിയിലാണ് പോലീസുകാർ അദ്ദേഹത്തോട് ബിഹേവ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത്. എന്താണ് നമ്മുടെ പോലീസുകാർക്കിടയിൽ സംഭവിക്കുന്നത്? പോലീസുകാർക്ക് വർക്ക് പ്രഷർ കൂടുതലാണ്, ഇതാണ് ശരി, അതെ, ഓക്കെ, അവരുടെ ബിഹേവിയറൽ തെറാപ്പിയാണ്. ബട്ട് ഈ ലൈംഗിക ദാരിദ്ര്യവും ലൈംഗിക അതിക്രമവും എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും നമുക്കറിയാം, ഓരോ സ്ഥാപനങ്ങളിലേക്ക് ഇനി, അതായത് പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിലേക്ക്, പ്രത്യേകിച്ചും ജനസേവനം നടത്തുന്ന ഗവൺമെന്റ് സർവീസുകളിലേക്ക്, പ്രത്യേകിച്ച് ഡോക്ടർ, നേഴ്സ്, ഇതുപോലെ പോലീസുകാര്, നിയമപാലകരെയൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ചുമ്മാ റാങ്ക് ലിസ്റ്റ് വന്ന് കിടന്നുകൊണ്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ചവൻ ക്രിമിനൽ ആകത്തില്ല, ക്രിമിനൽ മൈൻഡ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സെക്കൻഡ് റാങ്ക് മേടിച്ചവൻ ഇതേപോലുള്ള ഒരു ലൈംഗിക വൈകൃതനാണെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെ ഒരു 24/7 ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരല്ലേ ഈ പോലീസുകാർ? എങ്ങനെ വിശ്വസിച്ച് ഒരു വേറെ ആരെയും നോക്കണ്ട വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥരോട് എങ്ങനെ പോകും? അതെ, അതായത് ഈ പറയുന്ന വീഡിയോ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തി അതേ
ആൾക്ക് ആ പോലീസുകാരിക്ക് തന്നെ അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം, അവര് നല്ല ബ്രേവ് ആയതുകൊണ്ട് ധൈര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അവര് നല്ല പക്വതയോടെ അതിനെ ഡീൽ ചെയ്തു. അല്ലെങ്കിൽ തന്റെ മാനം അഭിമാനം ഓർത്ത് ഭയന്ന് സാധാരണക്കാരെ പോലെ അവരും ഇരുന്നിരുന്നെങ്കിൽ ഇത് പുറം ലോകം അറിയില്ലായിരുന്നു. പക്ഷെ അവര് അതുമായി ബന്ധപ്പെട്ട് പരാതി, മേൽ നടപടികൾക്ക് ആവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറായി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു. മറിച്ച് ഈ ഉദ്യോഗസ്ഥന്റെ ആവശ്യങ്ങൾക്ക് അവര് വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ അല്ലെ ഏത് അവസ്ഥയിലേക്ക് ഇത് പോകും? അതെ, അങ്ങനെയും അറിയില്ല നമുക്ക്. എന്തായാലും അവരൊരു മാന്യതയുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് അവര് ധൈര്യം, എത്ര മാന്യതയുള്ള എത്ര ധൈര്യശാലിയാന്ന് പറഞ്ഞാലും സ്വന്തം മാനത്തെ തൊട്ട് കളിക്കുമ്പോൾ ഏത് സ്ത്രീയോ ഒന്ന് പതറും ആദ്യം. എന്തായാലും അവർ ആ പതർച്ചകളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇത് അയച്ചു കൊടുത്തു. അതിൽ അഴിമതിക്കാരില്ലാഞ്ഞത് കൊണ്ട് നിയമ നടപടി എടുത്തു. മറിച്ച് ഈ പോലീസുകാരന്റെ കയ്യാളായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്തിരുന്നെങ്കിലോ ഇത് നേരെ തിരിച്ച് ഉൾട്ടയടിച്ചേനെ. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങൾക്ക് മുൻപ് ബീഹാറിലെ ആണോ ഉത്തർപ്രദേശിലെ ആണോ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ റേപ്പ് ചെയ്ത്, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാരും കൂടെ ചേർന്ന് റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ നാടാണ് ഇന്ത്യ. നമുക്ക് അതിനെ ഒന്നും മറക്കാൻ പറ്റില്ല. പക്ഷെ അതൊന്നും അപ്പുറത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താ, ഇത് ഉത്തർപ്രദേശിലല്ലേ, ഇത് ഗുജറാത്തിലല്ലേ, ഇത് മഹാരാഷ്ട്രയിലല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അതെല്ലാം നമ്മുടെ സ്വന്തം തൊട്ടടുത്ത് ഈ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ല, വലിയ ദൂരമൊന്നുമില്ല, അപ്പുറത്തും ജില്ലകൾ. നമ്മൾ മലയാളികളാണല്ലോ അവിടെ ഇരിക്കുന്നത്. അവിടെ ഇങ്ങനെ നടക്കുന്ന കേൾക്കുമ്പോൾ ഈ ഒരു ഇത് പിടിച്ചിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഇവർ നൈറ്റിന്റെ ഒരു ഡ്യൂട്ടിക്ക്, അത്യാവശ്യ ഒരു ഡ്യൂട്ടിക്ക് 2-3 സ്ത്രീകളും ഇതേ സ്വഭാവമുള്ള 3-4 പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നാ പോകുന്നില്ല, അവിടെ ബലാത്സംഗം നടക്കത്തില്ലേ പൗർണമി? തീർച്ചയായും. അപ്പൊ എന്താണ്, അപ്പൊ ഈ നിർഭയ എന്ന ഡിപ്പാർട്ട്മെന്റുകളും ഈ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ അവിടെ വെറും വിപുലമായി മാറുകയല്ലേ? ഇവിടെ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ധൈര്യപൂർവ്വം രാത്രിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ സാധിക്കുന്നത്? ഇതിലും എത്രയോ ഭേദമായിരിക്കും നമ്മുടെ ഈ പറയുന്ന ബ്രോത്തൽസുകൾ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഈ പറയുന്ന പോലെ ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മൾ സുരക്ഷിതരാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ചെല്ലുന്ന പോലീസ് ഇടങ്ങൾ എത്രമാത്രം അതിലുള്ള ആൾക്കാർ എല്ലാവരും നമ്മൾ അടച്ചാക്ഷി ചെയ്യുന്നത്. നേരത്തെ പൗർണമി സൂചിപ്പിച്ച പോലെ വളരെ സ്മാർട്ടായിട്ടുള്ള ഇവൻ എന്താ പറയുന്നത് UK-യിലേക്ക് പോലീസിനോട് അതൊക്കെ മേളിൽ നിൽക്കുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു 75% പോലീസുകാരൻ നമുക്കൊണ്ടില്ലെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. കേസുകൾ മടമടാന്ന് തെളിയിക്കുന്ന, കൊലപാതകളെ പെട്ടെന്ന് പിടിക്കുന്ന, 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം 3 വയസ്സുകാരെ റേപ്പ് ചെയ്തവനെയൊക്കെ മടമടാന്ന് പൊക്കിയെടുത്തു നമ്മുടെ പോലീസ്. അതിലൊന്നും നമ്മൾ നോ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള വൃത്തിയോട്ടന്മാര് എന്താ പറയുന്ന ഒരു പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ പോരെ, ഇങ്ങനെയുള്ള വൃത്തിയോട്ടന്മാരാണല്ലോ ഇത്രയും നല്ല ഡിപ്പാർട്ട്മെന്റ് പേര് കളയുന്നതിന് എന്താണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണമല്ലോ. കാരണം ഇത് ഒരിക്കലും ഒരു ശരിയായ മാതൃകയല്ല. ഇതിന് ഈ ഒരു ശിക്ഷ, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക്, ഈ ഒരു ഇത്രയും മനോവൈകൃതം കാണിച്ച ആൾക്ക് എന്ത് ശിക്ഷാ നടപടിയാണ് കൊടുക്കുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന് തന്നെ കാണണം. ശരിക്കും ഓരോ സ്ഥാപനങ്ങളിലും ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ശാരീരിക ഇക്വാളിറ്റിയാണ്, സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, തുല്യരാണ് എന്നൊക്കെ പറയുമ്പോഴും വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒരുപാടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഏതൊരു സ്ഥാപനം എടുത്തു നോക്കിയാലും പുരുഷന്മാർ മാത്രം, സ്ത്രീകൾ മാത്രം, അങ്ങനെ ഒരു സ്ഥാപനമൊന്നും ഇന്നത്തെ ഈ സമൂഹത്തിൽ കാണാനില്ല. അപ്പോൾ എല്ലാവരും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം കൊണ്ടാണ് ഇപ്പോഴുള്ള എല്ലാ സ്ഥാപനങ്ങളും നടന്നു പോകുന്നതും. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇപ്പം നമ്മളും പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് തുറന്ന് പറയാമായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം മാറി നമ്മൾ പറയാതെ തന്നെ നമ്മുടെ പുരുഷ സുഹൃത്തുക്കൾ പലരും പല കാര്യങ്ങളും മനസ്സിലാക്കുകയും നമുക്കൊരു സംരക്ഷണം, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും നമ്മൾക്ക് ആരുടെയും സംരക്ഷണത്തിന് ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ആരും ഇല്ലെങ്കിലും നമ്മൾ എല്ലായിടത്തും ഓക്കെയാണ് എന്ന് പറയുന്ന സാഹചര്യം വന്നാൽ പോലും സംടൈംസ് എപ്പോഴെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും ഒരു പിന്തുണയോ ഒരു ആവശ്യമോ വന്നിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആള് അല്ലെങ്കിൽ ഈ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഈ ഒരു ആൺകുട്ടി നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് പോവാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് പല സ്ഥാപനങ്ങളിൽ നിന്നും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നതും അവർക്ക് കിട്ടുന്നതും. അങ്ങനെ ഒരു നല്ല സൗഹൃദ ബന്ധങ്ങളാണ് പുലർത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അവിടെ വൈരാഗ്യ ബുദ്ധികളും, കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരു ദേഷ്യമോ ചെറിയ രീതിയിൽ ഒരു കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ ഒരു തർക്ക വിഷയം വന്നു കഴിഞ്ഞാൽ നേരെ കൊലപാതകം, ഒറ്റയടിക്കൽ, അങ്ങനെയുള്ളൊരു വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ ഒരു മനോഭാവമാണ് ഈ സമീപകാലത്തായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അതിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്, അല്ലേ? അതെ, തീർച്ചയായും.